നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നമ്മുടെ ഗുരുവായൂർ കണ്ണൻ്റെ കഥകൾ എത്ര പറഞ്ഞാലും മതിയാവില്ല, എത്ര കേട്ടാലും മതിയാവുകയില്ല. അതുതന്നെയല്ല, നമുക്ക് ഓരോരുത്തർക്കും ഗുരുവായൂർ പോകുന്ന ഭക്തർക്ക് എപ്പോഴും ഭഗവാനെ പറ്റി പറയാൻ കാണും. അപ്പം ഭഗവാന്റെ ഭക്തി എത്രത്തോളമുണ്ട്, അല്ലെങ്കിൽ ഭഗവാനോട് എത്രത്തോളം നമ്മൾ അടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസും കൂടെയാണിത് കേട്ടോ. കാരണം നമ്മൾ രണ്ട് കൃഷ്ണഭക്തർ, അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ ഒരാളെ കാണുമ്പോഴുണ്ടല്ലോ, ഇന്നലെ കണ്ടില്ലല്ലോ, ഞാനൊന്ന് ഗുരുവായൂർക്ക് പോയിരുന്നു എന്ന് പറഞ്ഞെന്ന് വെച്ചോ, പിന്നെ രണ്ടുപേരും ഗുരുവായൂർ പോയ കഥകളും പോയ കാര്യങ്ങളും ഭഗവാന്റെ അവിടെ എന്താ പറയണേ, അന്നത്തെ അലങ്കാരം ഇന്നതായിരുന്നു, ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ എടുക്കും. അപ്പോൾ നമ്മളെപ്പോലെ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ വന്ന് ആ ഭഗവാന്റെ ദർശനത്തിൽ സായുജ്യമടയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ഭക്തൻ്റെ ഒരു അനുഭവ കഥയാണ് പറയാൻ പോകുന്നത്. ഇദ്ദേഹം എന്താ പറയണേ, അദ്ദേഹം ഒരു ഭിക്ഷ അയച്ച് നടന്നിരുന്ന ഒരാളാണ്. പക്ഷേ കൃഷ്ണൻ്റെ നല്ല ഭക്തനാണ്. ഗുരുവായൂർ കൂടിയാണ് ഇതൊക്കെ നടക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കൂടെ കൃഷ്ണൻ്റെ മുമ്പിൽ ചെന്നതെന്ന് പറയേ, ഭഗവാനെ, അങ്ങ് വിചാരിച്ച എന്നെ ഇങ്ങനെ ഈ കഷ്ടപ്പെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ? എന്നെ ഇപ്പോൾ ഒരു കോടീശ്വരനാക്കാനായിട്ട് അങ്ങക്ക് പറ്റുമല്ലോ. അങ്ങ് വേണ്ടാന്ന് വെച്ചിട്ടല്ലേ ഇതൊക്കെ. സാരമില്ല, ഞാനിങ്ങനെ കഴിഞ്ഞോളാം, അങ്ങയുടെ ആഗ്രഹം അതാണെങ്കിൽ, അങ്ങയുടെ ഇച്ഛ അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇദ്ദേഹം പോവും. പിന്നെയും പോയി അതില്ലായിടത്തൂടെയൊക്കെ നടന്ന് ഇങ്ങനെയൊക്കെ വന്ന് അതിൻ്റെ ഈ ഭിക്ഷ അയച്ച് കിട്ടുന്നതിൻ്റെ പങ്ക് അവിടെ ഭണ്ഡാരത്തിലിട്ട് അങ്ങനെ അദ്ദേഹം ജീവിക്കുക. കുറേ ദിവസം കഴിഞ്ഞപ്പോഴും എന്നും ഇതൊക്കെ തന്നെയാണ് പറയണേ. ഒരു ദിവസം ഇങ്ങനെ വന്നിട്ട് തൊഴുതിട്ട് പറഞ്ഞേ, ഭഗവാനെ, അങ്ങക്ക് എന്നാ വിഷമമുള്ളേ? എനിക്കൊരു ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് ആ ലോട്ടറി അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ കോടീശ്വരനാവില്ലേ? പിന്നെ അങ്ങക്ക് എൻ്റെ കാര്യത്തിൽ വേറെ ഉത്കണ്ഠയൊന്നും വേണ്ടല്ലോ. ഇതിപ്പോൾ എനിക്കറിയാം അങ്ങക്ക് ഭക്തന്മാരെക്കുറിച്ചൊക്കെ വളരെ കരുതലുണ്ടെന്നറിയാം. അപ്പോൾ ഞാനിങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ ഭിക്ഷ അയച്ചാണല്ലോ നടക്കണേ, അവന് കഷ്ടപ്പാടാണല്ലോ എന്നാ മനസ്സിലൊരു ചിന്തയില്ലേ. പക്ഷേ അങ്ങനെ എനിക്കൊരു ലോട്ടറി ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, അങ്ങനെ വിചാരിച്ചാൽ ഒന്നിനും ഒരു വിഷമമില്ല. അപ്പോൾ എനിക്കൊരു ലോട്ടറി ടിക്കറ്റ് കിട്ടി, എനിക്കൊരു കുറച്ച് കാശ് കിട്ടിയാൽ അങ്ങേക്കും നല്ലതായില്ലേ, ഞാൻ എന്തെങ്കിലുമൊക്കെ അങ്ങേക്ക് അതിൻ്റെ പങ്ക് തരുകയും ചെയ്യും, എനിക്കും അത്. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന്, എനിക്കങ്ങനെ ഒരു ലോട്ടറി ടിക്കറ്റ് കിട്ടിയാലുണ്ടല്ലോ, എനിക്ക് കുറച്ച് ധനം വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ വന്നിട്ട് ഇവിടുത്തെ തീർത്ഥജലം കൊണ്ട് തുലാഭാരം നടത്താമെന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോയി അങ്ങ് ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ഒരു ബസ്സിൽ ഒരാൾ കയറി. ആരാന്നൊന്നും അറിയില്ല. ഇദ്ദേഹം ഇങ്ങനെ റോഡിൽ കൂടെ ചുമ്മാ പോകുമല്ലേ. അപ്പോൾ ഒരു ബസ് നിർത്തി ഒരാൾ ചാടി കയറിയപ്പോഴത്തേട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ലോട്ടറി ടിക്കറ്റ് ഉണ്ടായിരുന്നു, അത് താഴേക്ക് വീണു. ആരുടെയാണെന്നോ എന്താണെന്നോ ഇദ്ദേഹത്തിന് അറിയില്ല. വേഗം ഇദ്ദേഹം പോയി എടുത്തു. അന്നേരം വിചാരിച്ചു, അയാളുടെ കയ്യിൽ നിന്ന് പോയതാണല്ലോ, ആരുടെയാണെന്നറിയില്ലല്ലോ, ആരുടെയാണെന്ന് ഈ മനുഷ്യനറിയില്ല. അദ്ദേഹം നല്ല ഒരാളാണ്. അപ്പം അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ കൊണ്ട് കൊടുത്തേനെ കേട്ടോ. ആരാന്ന് ഈ ബസ്സിൽ കയറി ഒരാൾ ചാടി ഓടി പോകുമ്പോൾ നമ്മളാരെങ്കിലും അത് ആരാന്നറിയൂ. അങ്ങനെ നിന്നു. എന്തായാലും പിറ്റേ ദിവസം നറുക്കെടുക്കണതാ. അങ്ങനെ നറുക്കെടുത്ത് കഴിഞ്ഞപ്പോൾ 10 കോടി ഇദ്ദേഹത്തിനാണ് അടിച്ചത്. അപ്പോഴത്തേക്കും ഒരൊറ്റ ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് അങ്ങ് മാറിയില്ലേ. ഇന്നലെ വരെ ഭിക്ഷ അയച്ച് നടന്നയാളെന്നുള്ളതല്ലേ, ഇപ്പം ലോട്ടറി കിട്ടി 10 ലക്ഷത്തിൻ്റെ ഉടമയായില്ലേ, കോടീശ്വരനായില്ലേ. അങ്ങനെയായി. ബാങ്കുകാരൊക്കെ വന്നു ടിക്കറ്റ് ചോദിക്കുന്നു, എല്ലായിടത്തും ഭയങ്കര ഇതാണ്. അദ്ദേഹം പോകുമ്പോൾ ആൾക്കാരും ഇതേ ലോട്ടറി കിട്ടിയ ആളാണ് പോകുന്നത്. ഇങ്ങനെയൊക്കെ ആയി. അങ്ങനെ അവസാനം ലോട്ടറി ടിക്കറ്റ് കുറച്ച് താമസമായെങ്കിലും നമുക്കറിയാമല്ലോ, ഇപ്പം ലോട്ടറി അടിച്ചാൽ കിട്ടാനൊക്കെ കുറച്ച് പാടാണ്. എന്തായാലും അതൊക്കെ കൈ കെട്ടി. അപ്പം ഇദ്ദേഹം അങ്ങനെ ആ ഒരു രീതിയിൽ. പക്ഷേ അദ്ദേഹം മറന്നില്ല, ഞാൻ ആ ഒരു തുലാഭാരത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അദ്ദേഹം ഭാര്യയും കൂടെ തുലാഭാരം നടത്താനായിട്ട് ക്ഷേത്രത്തിൽ ചെന്നു. തുലാഭാരം നടത്തണമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് അപ്പോൾ ഒരു നാണക്കേട്. ഈ തീർത്ഥവും കൊണ്ട് മറ്റേ തുലാഭാരം നടത്തുന്നത് എന്തിനാ അവിടെ അപ്പോൾ അവർ ചോദിച്ചു, ചീട്ടാക്കാൻ സമയത്ത് ചോദിച്ചു, എന്തുകൊണ്ടാണ് തുലാഭാരം വേണ്ടതെന്ന് ചോദിച്ചു. അദ്ദേഹം വേഗം പറഞ്ഞു, പഞ്ചസാര കൊണ്ടാണെന്ന് പറഞ്ഞു. അത് തന്നെയല്ല, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ത് പറഞ്ഞെന്നറിയാം. അപ്പോൾ ഇദ്ദേഹം പട്ടുവസ്ത്രമൊക്കെ കൊടുത്തോണ്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ തുലാഭാരത്തിട്ട് കയറിയിരുന്നാൽ ചിലപ്പം അതിൽ വലിയ അഴുക്കും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ആ പട്ടുവസ്ത്രമൊക്കെ മോശമാവില്ലേ.
അപ്പം ഒരു വീട്ടിലൊരു മുണ്ടിരുന്നു, അതും കൂടി എടുത്തോണ്ടാണ് ഇവർ പോയത്. എന്നിട്ട് പറഞ്ഞു ഇത് കൊടുത്തോണ്ട് അങ്ങ് കയറിയിരുന്നാൽ മതി, കാരണം ഇല്ലെങ്കിൽ ആ നല്ല എത്ര ലക്ഷം എന്തോരം വിലയുള്ള തുണിയാണ് അതൊക്കെ പോവില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം അവിടെ കയറിയിരുന്നു. പഞ്ചസാര ഇദ്ദേഹം ഒരു 60-62 കിലോ അത്രയൊക്കെ ഉള്ളൂ. 100 കിലോ പഞ്ചസാര അപ്പുറത്തെ തട്ടി വെച്ചു. ത്രാസ് അനങ്ങണില്ല. ഇത് അന്നേരം ഉടനെ ആദ്യം കാര്യക്കാരെ വിളിച്ചു. ഇതിങ്ങനെ അനങ്ങണില്ല എന്ന് പറഞ്ഞു. പിന്നെ മേൽശാന്തിയെ വിളിച്ചു. മേൽശാന്തി വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഈ തുലാഭാരം നേരത്തെ നേർന്നതാണ്? അതെ, ഞാൻ നേർന്നതാണ്. അതിങ്ങനെ തന്നെയാണോ നേർന്നത്? പഞ്ചസാര കൊണ്ട് നടത്താമെന്നാണോ നേർന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അല്ല, അന്ന് ഞാൻ ഇവിടുത്തെ തീർത്ഥവും കൊണ്ട് നടത്താമെന്നാണ് നേർന്നതെന്ന് പറഞ്ഞു. അതെങ്ങനെ ശരിയാവുക? ഭഗവാനോടൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ അത് അതേപടി ചെയ്യണ്ടേ? അപ്പം ഇദ്ദേഹം പറഞ്ഞു ഉള്ള സത്യം വേറൊന്നും കൊണ്ടുമല്ല, അന്ന് എനിക്കതിന് ഒരു ഗതിയില്ലായിരുന്നു. ഇന്നിപ്പം പഞ്ചസാര കൊണ്ട് എന്നാൽ നടത്തിയേക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും വേണ്ട, നിങ്ങളെന്ത് ഭഗവാനോട് പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വേഗം പഞ്ചസാര മാറ്റിയിട്ട് തീർത്ഥം കൊണ്ടുവന്ന് നിറച്ച് പാത്രമൊക്കെ കൊണ്ടുവച്ചു. എന്നിട്ടും അനങ്ങണില്ല. പിന്നെ എന്താ പ്രശ്നം? പിന്നെ എന്തെങ്കിലും വേറെ ഉണ്ടോ? അപ്പോൾ ഉടനെ ഇങ്ങേര് പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഈ ഉടുത്തിരുന്ന മുണ്ട് മാറിയിട്ട് അതിൽ ചെടിയും പൊടിയും ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി വേറൊരെണ്ണം ഉടുത്തു. അതാണ്. അതൊന്നും ഭഗവാന്റെ മുമ്പിൽ കാണിക്കാൻ പറ്റില്ല. എന്താ നിങ്ങൾ ഭഗവാനെ ഇവിടെ വിളിക്കാൻ പോണത് ഇല്ലേ? കൊണ്ടുവന്ന് നമ്മൾ ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്നേ അതേ വേഷത്തിൽ തന്നെ ഇരുന്ന് വേണം തുലാഭാരം നടത്താൻ എന്നും പറഞ്ഞ് വേഗം മറ്റേ മുണ്ട് മാറ്റിയിട്ട് ആ പട്ടുവസ്ത്രം മാത്രം എടുത്ത് ഒന്ന് കയറിയിരുന്നു. ദേ എല്ലാം ശരിയായി. അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മൾ ഭഗവാനോടൊരു കാര്യം വേറെ ആരോട് വേണമെങ്കിലും നമുക്ക് ഇല്ലേ പറ്റിക്കാം നമുക്ക്, പക്ഷേ ഭഗവാനെ നമുക്ക് പറ്റിക്കാൻ പറ്റും. എല്ലാം കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആ ഭക്തൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ വാക്കുവ്യത്യാസം പാടില്ല എന്ന് ഭഗവാൻ പറയുകയും ചെയ്ത ആ നല്ല കഥ, ഭഗവാന്റെ ആ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും എല്ലാ കഥകളും അതല്ലേ. നമുക്ക് ഓരോരുത്തർക്കും എന്തുമാത്രം കഥകളാണ് പറയാനുള്ളത്. എന്തായാലും കൂടുതൽ കഥകളുമായിട്ട് ഇനി വേറൊരു ദിവസം വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.